നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ദിക്കറുണ്ട്. ഒരു പക്ഷേ പുതിയ യുവതലമുറക്ക് ഈ ദിക്കർ അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും, നിങ്ങൾക്കൊരു പക്ഷെ ആരും പറഞ്ഞു തരാനും സാധ്യതയില്ല. നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ആ ദിക്കർ അർത്ഥസഹിതം ഒന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈംഗിക ജീവിതം, ഭാര്യയുമായുള്ള ലൈംഗിക ജീവിതം, അത് ഒരു സുന്നത്തായ ഇബാദത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് കേവലം ഒരു സുഖത്തിനു വേണ്ടിയോ ഒരു നേരം പോക്കോ ഒന്നുമല്ല. നമുക്കതിലുണ്ടാകുന്ന മക്കൾ, ആ മക്കൾ നല്ല സ്വാലിഹായ മക്കളാകണം. എത്ര മോശപ്പെട്ട ആളാണ് നിങ്ങളെങ്കിലും, നിങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കൾ നല്ല മക്കളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? എങ്കിൽ ഈ ദിക്ർ മനസ്സിലാക്കിക്കോ. ദിക്ർ ഇതാണ്: ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തന. ഒന്നും കൂടി ചൊല്ലിത്തരാം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തന. ഞാനിതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരട്ടെ. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പിന്നെ നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാന വജന്നിബി ശൈത്വാന. അതിൻ്റെ അർത്ഥം, അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും, നമുക്ക് നൽകുന്നത് എന്താണ്? നമ്മുടെ മക്കൾ. അവരെയും പിശാചിനെ തൊട്ട് നീ അകറ്റണമേ. രണ്ട് കാര്യമാണ് പറയുന്നത്. ഞങ്ങൾക്കും ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും റബ്ബേ പിശാചിനെ തൊട്ട് നീ അകറ്റണമേ എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഒരാള് മനസ്സറിഞ്ഞ്, അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് ഇത് ചൊല്ലി ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ ഇത് കാരണമാകും. മറക്കരുത്, ഈ ദിക്ർ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അള്ളാഹു നമ്മുടെ ലൈംഗിക ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.